ടെലിവിഷൻ പേഴ്സണാലിറ്റിയും എഴുത്തുകാരനുമായ രാഹുൽ ഈശ്വർ. ബേസിക്കലി സർ, നമ്മൾ DC മീഡിയ സെല്ലിൽ നിന്നാണ് നമ്മളൊരു ന്യൂസ് റൈറ്റർ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സർവീസ് ഉണ്ട്. അപ്പോൾ ഈ പുസ്തകമേളയിൽ ഇപ്പം ഈ 13ാമത്തെ DC അന്തർദേശീയ പുസ്തകമേള നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ തലമുറയിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടി വായനയെ പറ്റി എന്ത് സന്ദേശമാണ് ഈ തലമുറയിൽ നിന്നുള്ള ആളെന്നുള്ള നിലയിൽ പറയാനുള്ളത്? രണ്ട് കാര്യങ്ങളാണ്. വായന കുറയുന്നു എന്ന് പൊതുവെ ഒരു മുറവിളി കേൾക്കുന്നുണ്ട്. വായന ഒരുപാട് കുറയുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും കുറയുന്നു എന്നുള്ള സത്യമാണ്. രണ്ട്, ഇൻ്റർനെറ്റ് റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പലപ്പോഴും അതിനൊരു സ്ട്രക്ചറൽ നോളജ്, കോഡിഫൈഡ് നോളജ് ഇല്ല. അവിടെ നിന്ന് ഇവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും സജഷനും നമ്മുടെ ഈ തലമുറ, വരുന്ന തലമുറകൾ ബുക്ക് റീഡിങ്ങും ഇൻ്റർനെറ്റ് റീഡിങ്ങും കൂടെ കമ്പൈൻ ചെയ്യണം. കാര്യം ബുക്കിൽ നിന്ന് പെട്ടെന്നൊരു റെഫറൻസ് കിട്ടില്ല. ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ റഷ്യയെക്കുറിച്ച് വായിച്ചപ്പോൾ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും റഷ്യയെ തകർത്തു എന്ന് കേട്ടു. ഈ വാക്കുകൾ ആദ്യം പല 10 വർഷം മുമ്പ് എനിക്ക് പെട്ടെന്ന് സിമിലാരിറ്റി കിട്ടിയില്ല. ഉടനെ ഞാൻ നെറ്റെടുത്ത് എന്താണ് ആ വാക്കുകളുടെ എക്സ്പ്ലനേഷൻ. അങ്ങനെ ബുക്ക് റീഡിങ്ങും നെറ്റ് റീഡിങ്ങും കമ്പൈൻ ചെയ്യണമെന്നുള്ള ആശയം വളരെ നന്നായിരിക്കും. ഈ പുസ്തകമേള വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് ബുക്സ് ഉണ്ട്. ഇറ്റ്സ് എൻ ഓഷ്യൻ ഓഫ് നോളജ്. പക്ഷേ എൻ്റെ ഒരു ഹമ്പിൾ സജഷൻ, കുറച്ച് കാറ്റഗറൈസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. അതായത് കാര്യം ആ കാറ്റഗറി അനുസരിച്ച് നോക്കണമെങ്കിൽ, കാര്യം എനിക്ക് വ്യത്യസ്ത ടേസ്റ്റുകളായിരിക്കും. അബ്ദുൽ കലാമിൻ്റെ പുസ്തകമായിരിക്കും, വേറൊന്ന് ഡാർവിൻ്റെ പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ആയിരിക്കും. ഒരു കാറ്റഗറൈസേഷൻ എന്തെങ്കിലും രീതിയിൽ ഒരു കടയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. കാര്യം ഇല്ലെങ്കിൽ സ്കാറ്റേർഡാണ്. ഒരു സ്ഥലത്ത് മാനേജ്മെൻറ്റ്, വേറെ സ്ഥലത്താണ് മാനേജ്മെൻറ്റ് വേറെ പുസ്തകം. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, മേ ബി ദ ഓർഗനൈസേഴ്സ് വാണ്ടഡ് ടു ബി ലൈക്ക് എൻ ഓഷ്യൻ വേർ യു ഹാവ് ടു ഗോ ഇൻ ഡെപ്ത് ആൻഡ് സെർച്ച്. അതുകൊണ്ടായിരിക്കണം. ബട്ട് ഡെഫിനറ്റ്ലി ഐ വുഡ് റെക്കമെൻഡ് എവരിവൺ ടു കം ഹിയർ, dwell deep into the ocean and search for all those diamonds. Sir, your suggestion is well taken. ഇനി ബുക്കുകളോട് എന്തെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നാറോ റാദർ ദാൻ ഇലക്ട്രോണിക് മീഡിയ? ടു ബി ഓണസ്റ്റ് ഉണ്ട്. അത് നൊസ്റ്റാൾജിയ ആണെങ്കിൽ വരണമെങ്കിൽ പറയാം, ഭൂതകാലങ്ങളോടുള്ള അനാവശ്യമായ അഭിനിവേശമാണെന്ന് പറയാം. പക്ഷേ പുസ്തകം വായിക്കുന്നതിൽ നിന്ന് എന്തോ ഒരു ഇമോഷണൽ ഫീലാണ്. ഇപ്പം കമ്പ്യൂട്ടർ വായിക്കുന്നത് കുറച്ചുകൂടെ നോൺ പേഴ്സണലാണ്. പുസ്തകങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്വത്ത് എന്ന രീതിയിൽ, അല്ലെങ്കിൽ കയ്യിലിരുന്ന് വായിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ആൾക്കാർക്ക് വേണമെങ്കിൽ വാദിച്ചേക്കാം, ഈ ബുക്സ് വന്നു അല്ലെങ്കിൽ ഐപാഡിൽ വായിക്കാം എന്ന് പറഞ്ഞാലും പേപ്പറിനോടുള്ള അഫിനിറ്റി ആയിരിക്കാം. ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ മനുഷ്യരാശി ഈ പേപ്പർ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി പുസ്തകങ്ങളുടെ അഫിനിറ്റി ഉണ്ട്. അതിന് എനിക്കൊരു റീസൺ പറയാൻ കഴിയുന്നില്ല, പക്ഷേ ഒരു അഫിനിറ്റി ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വായന അല്ലെങ്കിൽ എഴുത്ത് ജീവിതത്തെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് തോന്നുന്നു? അതാണ് ഏറ്റവും മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ, റീഡിങ് ഈസ് എ കീ ദാറ്റ് ക്യാൻ ഓപ്പൺ 1000 doors. നമ്മുടെ കുഞ്ഞിന് ഭാഷ പറയുന്നതാണെങ്കിൽ, വായിച്ച് വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറയുന്നത് പോലെ, റീഡിങ് മേക്കപ്സ് എ മാൻ. റീഡിംഗ് ആണ് അറിഞ്ഞോ അറിയാതെ ഒരു വ്യക്തിയുടെ നിർമ്മിതി, നോളജ്, പാരഡൈംസ്, മെൻ്റൽ ഫ്രെയിംവർക്ക്. റീഡിംഗ് വേണം. റീഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ റീഡിംഗ് വീക്കുകൾ, റീഡിംഗ് അവറുകൾ എനിക്ക് ഉറപ്പുണ്ട് DC പോലുള്ള കോളേജിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ റീഡിംഗ് അവറുകൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വിൻഡോ ടു അനദർ മാൻസ് സോൾ ആൻഡ് ദ വേൾഡ്. ഇതുവരെ വായിച്ചുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയാനായിട്ട് ഏത് കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്? നോവലാണോ അല്ലെങ്കിൽ യുവർ പ്രിഫറൻസ്? എനിക്ക് ഫിലോസോഫിക്കൽ ബുക്സാണ് പൊതുവെ ഇഷ്ടം. ഐ റിയലി ലൈക്സ് ദ വർക്ക് ഓഫ് ശങ്കര, വിവേകാനന്ദൻ, ശങ്കരാചാര്യ തുടങ്ങിയ വർക്കുകൾ. ഗ്രീക്ക് ഫിലോസഫി എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 300 ജോൺ ലോക്കിന് ശേഷം ഉണ്ടാകുന്ന ഫിലോസഫിക്കൽ റീഡിങ്സ്, ഫിലോസഫിയാണ് പഠിച്ചതൊക്കെ, ഫിലോസോഫിക്കൽ റീഡിങ്സ് പൊതുവെ ഇഷ്ടമാണ്. ഫിക്ഷൻ വളരെ കുറച്ചേ വായിക്കാറുള്ളൂ. പക്ഷേ ഫിക്ഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഫിക്ഷൻ വളരെ കുറച്ചേ വായിക്കാറുള്ളൂ. മലയാളത്തിലാണെങ്കിൽ MT പോലുള്ള ആൾക്കാരെ ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന MT പോലുള്ള ആൾക്കാരെ ഇഷ്ടമാണ്. അടുത്തിടയ്ക്ക് വായിച്ചൊരു ഇൻഫ്ലുവൻസിങ് ബുക്ക് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ വെച്ചാണെങ്കിൽ ഹിറ്റ്ലറിൻ്റെ പല മെയിൻ കാംഫ് പോലത്തെ പുസ്തകങ്ങൾ ത്രില്ലിംഗ് ആണ്, ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. അത് സത്യമാണെന്നല്ല, പക്ഷേ ക്യാപ്റ്റിവേറ്റിംഗ് ആണ്. മഹാത്മാഗാന്ധിയുടെ വർക്ക്സ് അറിയണമെങ്കിൽ, ഇന്ത്യ അറിയണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ വർക്ക്സ് വായിക്കും. അത് താല്പര്യമാണ്. പെട്ടെന്ന് ഒരു പുസ്തകം പറയാനാണെങ്കിൽ ഗാന്ധിയൻ വർക്ക്സോ അല്ലെങ്കിൽ വിവേകാനന്ദൻ്റെ വർക്ക്സോ ഒക്കെ താല്പര്യമുള്ള ഇതാണ്. അല്ലെങ്കിൽ ഈവൻ റീസെൻ്റ്ലി ശശി തരൂർ സാറിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള വർക്ക്സുകൾ വളരെ ഇമ്പ്രസീവ്. എഴുത്തിനെ പറ്റി എന്നാണ് ഇനിയുള്ള എന്തെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മനസ്സിൽ വരുന്നത് 4 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട്. ഫിലോസഫി ഓഫ് വേദാന്ത ഉപനിഷത്തിൻ്റെ ഒരു വർക്കാണ്. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവും വിവേക് ഓബ്രോയാണ് റിലീസ് ചെയ്തത്. ഒരു പുസ്തകം ONV കുറുപ്പ് സാറായിരുന്നു. ഇപ്പം പുതിയ 2 പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ ഈസ് മൈ റിലീജിയൻ എന്നാണ്. അപ്പോൾ ഇന്ത്യ ഈസ് മൈ റിലീജിയൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണ് എൻ്റെ ധർമ്മം. ലോകത്തിലെ എല്ലാ മതങ്ങളെയും സ്വാംശീകരിച്ചൊരു പാരമ്പര്യമുള്ള, എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യ ഈസ് മൈ റിലീജിയൻ എന്നാണ്. 2, നമ്മുടെ ഒരു
ശബരിമലയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഒരേ സ്ഥലത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയും ഹിന്ദു അമ്പലവും പോകുന്ന വഴി ക്രിസ്ത്യൻ പള്ളി കയറി തൊഴുന്ന, അപ്പം നമ്മുടെ നാടിൻ്റെ ഒരു പൊതു പാരമ്പര്യം ഒറ്റ വരി കൂടെ എടുത്ത് പറഞ്ഞാൽ ഏകം സത് വിപ്രാ ബഹുദാ വദന്തി, സത്യം ഒന്നാണ്, നമ്മളതിനെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 2 പുസ്തകങ്ങളാണ് ഇപ്പോൾ ഓഫർ അതും എഴുതുന്നത്. സോ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. ഒരു റിക്വസ്റ്റും കൂടെ, നമുക്ക് റേഡിയോ DC സർവീസ് ഉണ്ട്, അതിനുവേണ്ടി ഒരു ആശംസ പറയാമോ? അതായത് റേഡിയോ DC 90.4 സാറിൻ്റെ പേര് പറഞ്ഞിട്ട്. എൻ്റെ പേര് രാഹുൽ ഈശ്വർ. റേഡിയോ DC 90.4ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനോദം നൽകുന്ന, വിവേകം നൽകുന്ന പരിപാടികൾ നൽകുന്ന DC കേൾക്കുക. നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ അറിയുക, ജീവിതത്തെ ആഴത്തിൽ മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.